ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്കൊപ്പം ഉണ്ടായിരുന്ന പെൺകുട്ടികൾ ഇപ്പോൾ SP-ക്ക് നേരിട്ട് പരാതി നൽകിയിരിക്കുകയാണ്. നാരായൺപൂർ പോലീസിലാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് എന്നുള്ള നിർണായക വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ശരത് ലാൽ ഉണ്ട് ഡൽഹിയിൽ നിന്നും നമുക്കൊപ്പം. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ശരത് ലാൽ, എന്തായാലും ഇപ്പോൾ കന്യാസ്ത്രീമാർക്ക് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പെൺകുട്ടികൾ SP-ക്ക് പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതി ഏതു രീതിയിലായിരിക്കും പോലീസ് സ്വീകരിക്കുക? അതിലെ തുടർ നടപടികൾ എങ്ങനെയായിരിക്കും? സ്വാതി, പെൺകുട്ടികൾ നേരത്തെ നാരായൺപൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു. FIR രജിസ്റ്റർ ചെയ്യാത്തതിനാലാണ് അവർ SP-ക്ക് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അത് SP-ക്കാർ നടപടിയെടുക്കുന്ന ഉറപ്പ് നൽകി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും പരാതി നിലവിൽ നൽകിക്കഴിഞ്ഞു. അതിൻ്റെ കോപ്പി സൂപ്രണ്ടിനും നൽകിയിട്ടുണ്ട്. പരാതി നേരത്തെ തന്നെ നൽകിയതാണ്. ഏതായാലും ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് കന്യാസ്ത്രീകൾ കഴിഞ്ഞ 9 ദിവസമായി കിടക്കുന്ന ജയിലാണ്. ആ ജയിൽ ഇനി എപ്പോഴാണ് ഈ കവാടം ഇന്ന് എപ്പോൾ തുറക്കും, കന്യാസ്ത്രീകൾ ഈ ജയിലിൽ കൂടി എപ്പോൾ പുറത്തു വരും എന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടത്. കഴിഞ്ഞ 9 ദിവസം മുമ്പ് ഇതിലടക്കപ്പെട്ട കന്യാസ്ത്രീകൾ 2 പേരും ഇന്നലെ മാത്രമാണ് ഒരു കട്ടിൽ, അതും വരാന്തക്ക് ലഭിച്ചത്. ആ കന്യാസ്ത്രീകൾ ഈ വാതിൽ കൂടി എപ്പോൾ പുറത്തു വരുമെന്നാണ്, അത് കാത്തു നിന്നുകൊണ്ടാണ് നമ്മളെ ഇവിടെ നോക്കുന്നത്. കാരണം കാത്തു നിൽക്കുന്ന കോൺഗ്രസ് നേതാക്കളുണ്ട്, ജയിലിന് മുമ്പിൽ കാത്തുന്ന കോൺഗ്രസ് നേതാക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, കോൺഗ്രസ് നേതാക്കളുണ്ട്. അതേപോലെ തന്നെ നമുക്കറിയാം BJPയുടെ അനൂപ് ആന്റണിയും കാത്തു നിൽക്കുന്നു. സ്വാഭാവികമായിട്ടും ഈ തലത്തിൽ BJP നേതാക്കൾ അവിടെ കാത്തു നിൽക്കുന്നു, CPM നേതാക്കൾ അവിടെ കാത്തു നിൽക്കുന്നു. ഏതായാലും കന്യാസ്ത്രീകൾ ഇപ്പോഴും അകത്താണ്. സന്തോഷ വർത്തമാനമുണ്ടെങ്കിലും മജിസ്ട്രേറ്റ് കോടതിയിൽ ബിലാസ്പൂർ കോടതിയുടെ NIA കോടതിയുടെ ഉത്തരവ് സർട്ടിഫിക്കറ്റ് കോപ്പി എത്തി. അതിനുശേഷം മാത്രം ആ ജാമ്യ വ്യവസ്ഥകൾ മജിസ്ട്രേറ്റ് കൂടി പൂർത്തിയാക്കിയ ശേഷം മാത്രമാണ് ഈ ജയിലിൽ സൂപ്രണ്ടിന് അവിടെ നിന്ന് വിടുതൽ ഉത്തരവ് ലഭിക്കുള്ളൂ. വിടുതൽ ഉത്തരവ് ലഭിച്ചാൽ 15 മിനിറ്റ് കൊണ്ട് കന്യാസ്ത്രീകളെ പുറത്തിറക്കും. 8:30 മണി വരെ തനിക്കതിനുള്ള അധികാരമുണ്ട് എന്നാണ് ജയിൽ സൂപ്രണ്ട് അല്പം മുമ്പ് നമ്മളോട് പറഞ്ഞത്. അത് നേരത്തെ തന്നെ ജോൺ ബ്രിട്ടാസ് MPയുടെ നേതൃത്വത്തിലുള്ള MPമാരുടെ സംഘത്തോടും അക്കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു കാര്യത്തിൽ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയും, കന്യാസ്ത്രീകൾ ഇന്ന് ഇറങ്ങാൻ അതേപോലെ ജയിൽ മോചിതരാൻ വൈകുന്നേരമാവും. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ബിലാസ്പൂരിൽ നിന്ന് കോടതി ഉത്തരവ് എത്തേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് മജിസ്ട്രേറ്റിൽ ജാമ്യ സംബന്ധിച്ച നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. കോടതി ഉത്തരവിൻ്റെ പൂർണ്ണരൂപം ഇതുവരെ ലഭിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ടും കോടതി ഉത്തരവ് പുറത്തിറങ്ങി അതിലുള്ള ജാമ്യ വ്യവസ്ഥകൾ എന്തൊക്കെയാണെന്ന് ഇനി നോക്കണം. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. അതാ 2 ആൾ ജാമ്യമാണ്, ആൾ ജാമ്യം, ആ തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും കത്തോലിക്ക സഭ മഠം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇന്ന് വൈകുന്നേരത്തോടെ ഈ ജയിലിൽ നിന്ന് ഈ കവാടം 9 ദിവസമായി ഈ കവാടം കന്യാസ്ത്രീ മുമ്പിൽ കൊട്ടിയടക്കപ്പെട്ടിരിക്കുകയായിരുന്നു. അത് ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത് പ്രോസിക്യൂഷൻ ഇന്നും ഈ ജാമ്യ ഹർജിയെ എതിർത്തു എന്നുള്ളതാണ്. നമ്മളോട് നേരത്തെ സംസാരിച്ച വൈദികനും അതുതന്നെയാണ് പറഞ്ഞത്. അതിൽ സ്ഥിരീകരണമായിട്ടുണ്ടോ? അത്തരം വിവരങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ ലഭ്യമാണോ? വളരെ പ്രോസിക്യൂഷൻ എതിർത്തിരുന്നെങ്കിൽ ജാമ്യം ഉണ്ടാവില്ല. കാരണം NIA കോടതിയിലെ പ്രോസിക്യൂഷൻ ഒരു നാമമാത്രമായ എതിർപ്പ് മാത്രമാണ് നടത്തിയിരിക്കുന്നത്. അത് കന്യാസ്ത്രീകൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരായ അഭിഭാഷകൻ തന്നെ വളരെ വ്യക്തതയോടെ പറഞ്ഞതാണ്. പ്രോസിക്യൂഷൻ എതിർത്തിരുന്നില്ല ജാമ്യാപേക്ഷയെ. കസ്റ്റോഡിയൽ ഇന്റർവേഷൻ വേണ്ട എന്ന് വളരെ വ്യക്തമായി പ്രോസിക്യൂഷൻ പറഞ്ഞു എന്നത് കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഹാജരായ 2 അഭിഭാഷകരും മാധ്യമങ്ങളോടും നമ്മളോടും വ്യക്തമാക്കിയതാണ്. ആ കാര്യങ്ങളിലെ പ്രോസിക്യൂഷൻ എന്ന നിലക്ക് പ്രോസിക്യൂഷനോട് നേരിട്ട് നിങ്ങൾ ഇത് എതിർക്കുമോ എന്ന് ഓഫ്കോഴ്സ് എന്നുള്ള ഒരു വാചകം മാത്രമാണ്. അത് ഏതൊരു പ്രോസിക്യൂഷൻ്റെ സാധാരണ സങ്കീർണ നടപടിയാണെന്ന് നിയമം അറിയുന്നവർക്കൊക്കെ അറിയാം. ഏതായാലും പ്രോസിക്യൂഷൻ്റെ പൂർണ്ണ പിന്തുണ ലഭിച്ചത് കൊണ്ട് മാത്രമാണ് ഈ ജാമ്യാപേക്ഷ നൽകപ്പെട്ടത് എന്ന് സഭാ നേതൃത്വം പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ട്. അവരത് പരസ്യമായി തന്നെ അല്ലെങ്കിൽ രഹസ്യമല്ലാത്ത രീതിയിൽ തന്നെ സംഭവിക്കുന്നുണ്ട്. ജോസ് കെ മാണി അടക്കം അത് ഇക്കഴിഞ്ഞ നമ്മളോട് ഇന്നും
തുറന്ന് സമ്മതിക്കുന്നുണ്ട്. കാരണം അവർക്ക് ഈ ജാമ്യം ലഭിക്കുന്നത് അല്ല പ്രശ്നം, FIR റദ്ദ് ചെയ്യണമെന്നൊരു ആവശ്യമാണ് ഇപ്പോൾ സഭാ നേതൃത്വം BJP നേതൃത്വത്തിന് മുമ്പിൽ വെച്ചിരിക്കുന്നത്. കാരണം കോടതിയിൽ വരിക അല്ലെങ്കിൽ കോടതി നടപടികൾ നിരപരാധികളാണ് എന്ന് അമിത്ഷാ പറഞ്ഞ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടും FIR റദ്ദ് ചെയ്യണമെന്ന ആവശ്യമാണ് സഭയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷന്റെയും അതുപോലെ സഭയുടെ BJP സർക്കാരിന്റെയും സഹായം ഇക്കാര്യത്തിൽ വേണം. അതുകൊണ്ട് തന്നെയാണ് സഭ ഇക്കാര്യത്തിൽ മൗനം പാലിക്കുന്നത്. ഏതായാലും വളരെ ഒരു പ്രോസിക്യൂഷൻ കസ്റ്റോഡിയൽ ഇന്റർഗേഷൻ വേണ്ട എന്ന് പറഞ്ഞാൽ തന്നെ കസ്റ്റഡിയൽ ഇന്റർഗേഷന് വേണ്ടിയിട്ടാണ് ജാമ്യം നിഷേധിക്കുക. നിയമപരമായിട്ട് കസ്റ്റഡിയൽ ഇന്റർഗേഷനും പോലീസ് കസ്റ്റഡിയും വേണ്ട എന്ന് പറയുന്നത് തന്നെയാണ് പ്രോസിക്യൂഷന്റെ സഹായകരമായ നിലപാട്. അതിലപ്പുറം ഒരു പ്രോസിക്യൂഷനും നിയമപരമായി പറയാൻ കഴിയില്ല എന്നതാണ് നിയമവൃത്തങ്ങൾ നമ്മളോട് പറയുന്നത്. അതുതന്നെയാണ് കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഹാജരായ 2 അഭിഭാഷകരും അതുതന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും പ്രോസിക്യൂഷനോ നടപടിയില്ല. ഇപ്പോൾ ഒരു സന്തോഷ വാർത്തയാണ്. ഈ 9-ാം ദിനത്തിൽ കന്യാസ്ത്രീകൾക്ക് മോചനം ലഭിക്കുന്നു. ഇന്ന് തന്നെ മോചനം ലഭിക്കുമെന്നാണ് ഇപ്പോൾ നമുക്കറിയുന്നത്. കുറച്ചു മുമ്പേ സൂപ്രണ്ടും ഇക്കാര്യം തന്നെ വ്യക്തമാക്കി. ഏതായാലും ജാമ്യം ലഭിക്കുന്നവരെ ഇടത് എംപിമാരും കോൺഗ്രസ് എംപിമാരും BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയും അടക്കമുള്ള നേതാക്കൾ ഇവിടെ തുടരുമെന്ന്. ശരി, അത് തന്നെയാണ് ശരത്തല. അവിടെ നേതാക്കളെ എല്ലാം നമുക്ക് ദൃശ്യങ്ങളിലും കാണാം. എന്തായാലും ഇപ്പോൾ ഛത്തീസ്ഗഡിൽ അത്തരത്തിൽ അറസ്റ്റിലായി 9 ദിവസം തുറങ്കലിൽ കഴിഞ്ഞ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. ഇനി എപ്പോഴാണ് അവർ പുറത്തേക്ക് വരുന്നത് എന്നുള്ളതാണ് അറിയേണ്ടത്. അവരെ പുറത്തേക്ക് അവരുടെ കുടുംബം, ഇവിടെയുള്ള ആളുകളെല്ലാം കാത്തിരിക്കുകയാണ്. അതിവൈകാരികമായി അവരുടെ കുടുംബം പ്രതികരിക്കുന്ന കാഴ്ചയെല്ലാം നമ്മൾ കണ്ടു. നിരവധി നേതാക്കളെല്ലാം അതുപോലെ തന്നെ CBCA അധ്യക്ഷനടക്കമുള്ള ആളുകൾ ഇക്കാര്യത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തുകയും ചെയ്തിരിക്കുകയാണ്. ഏറെ ആശ്വാസകരമായിട്ടുള്ള വാർത്ത വന്ന ഒരു മണിക്കൂർ തന്നെയാണ് ഇപ്പോൾ കന്യാസ്ത്രീമാർക്ക് 2 പേർക്കും ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നുള്ളത്. ശരത്ലാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇനി എപ്പോഴാണ് അവർ പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്.